പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉമ്മത്തീങ്ങളിൽ അധികം ആളുകളും നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നത് അവന്റെ നാവാണ്. സൂക്ഷിക്കണം. നമ്മൾ ഇതിനെ സംസാരിക്കുമ്പോ, ആളുകളോ ആയിട്ട് ഇടപെടകുമ്പോ, ആളുകളോ ആയിട്ട് സംവദിക്കുമ്പോ നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ട അവയവമാണ് നാവ് എന്നുള്ളത്. നമ്മുടെ ഇടയിൽ നമ്മളെ വല്ലാതെ ഉപയോഗിക്കുന്നതും ഇതിനെ തന്നെയാണല്ലോ മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നാളെ നരകത്തിന്റെ കൊടിയിലേക്ക് ആളുകളെ മുഖം കുത്തിയിട്ട് വലിച്ചെറിയപ്പെടാൻ കാരണമാകുന്നത് നാവാണ്. സ്വഹാബാ, സൂക്ഷിക്കണേ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അല്ലാഹുവിനെ കൊണ്ട് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ അന്ത്യനാളിനെ കൊണ്ട് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നല്ലത് മാത്രം നിന്റെ നാവ് കൊണ്ട് പറയണേ, അല്ല എങ്കിലും ഉണ്ടാതിരിക്കണേ. ആരോടെങ്കിലും സംസാരിക്കുമ്പോ ഞാൻ പറയുന്നത് നല്ലതല്ല എന്ന് തോന്നിയാ പിന്നെ ആ ഭാഗം നമ്മളെ പറയാൻ പാടില്ല. ഞാൻ പറയുന്ന കാര്യം ഇതത്ര നല്ലതല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പറയാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, ഇത് വളരെയേറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. ഫിത്നകൾ വർദ്ധിച്ച കാലഘട്ടത്താ നമ്മളുള്ളത്. ഗൈബത്തുകൾ വല്ലാതെ പ്രചരിക്കുന്ന കാലഘട്ടത്താ നമ്മളുള്ളത്. ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയതിന്റെ പേരിൽ ഹബീബായ നബി തങ്ങളെ താക്കീത് നൽകിയ ഒരുപാട് ചരിത്രങ്ങൾ കാണാം. എത്രയോ അനുഭവങ്ങൾ, ചരിത്രങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുദ്ധരിക്കുകയാണ്. ജാഅ മാഇസ് ഇബ്നു മാലിക് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മാഇസ് ഇബ്നു മാലിക് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എന്തിനാ വരുന്നത്? ഫറജമഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ റാബിയ. നബിയേ, എൻ്റെ ജീവിതത്തിൽ വ്യഭിചാരം സംഭവിച്ചു പോയിട്ടുണ്ട് നബിയേ. അല്ലാഹു ഇഷ്ടപ്പെടാത്ത രീതിയിൽ വ്യഭിചാരം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് നബിയേ. മായിസിനെ ശിക്ഷിക്കണം നബിയേ. ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കണം നബിയേ. ഒരു തവണ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നപ്പോൾ റസൂലുള്ള മടക്കി അയച്ചു. ഇല്ല മോനെ, അത് ചിലപ്പോ തോന്നിയതായി പോകുമെന്നുള്ള രീതിയിൽ റസൂലുള്ള മടക്കി അയച്ചു. രണ്ടാമതും വന്നു, റസൂലുള്ള മടക്കി അയച്ചു. മൂന്നാമതും ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നതും അത് തന്നെയാ. നാലാമതും വന്നിട്ട് പറയുന്നു, നബിയേ, മായിസിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് നബിയേ. വ്യഭിചാരം സംഭവിച്ചതാണ് നബിയേ. അതുകൊണ്ട് ഇസ്ലാമിക ശിക്ഷ എന്താണോ ആ ശിക്ഷ എനിക്ക് നിങ്ങൾ വിധിക്കണം നബിയേ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നാലാമത്തെ പ്രാവശ്യം വന്നപ്പോ ഫറജമഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ റാബിയ. ഹബീബായ നബി തങ്ങൾ എറിയാൻ വേണ്ടിയിട്ട് അവിടുന്ന് കൽപ്പിക്കുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ച ആ ശിക്ഷയിൽ ബഹുമാനപ്പെട്ട മായിസ് ഇബ്നു മാലിക് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു അവിടുന്ന് ലോകത്തോട് വിട പറയുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഫമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമഅഹു നഫറുൻ മിൻ അസ്ഹാബിഹി.
ഹബീബായ നബി തങ്ങളും കുറച്ച് സ്വഹാബികളും ആ വഴിയിലൂടെ മായിസ് ഇബ്നു മാലിക് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ വഴിയിലൂടെ അവർ നടന്നു പോവുകയാ. ആ സമയത്ത് ഫഖാല റജുലുൻ മിൻഹും, ആ കൂട്ടത്തിൽ നിന്ന് സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഇന്ന ഹാദാ ലഹായിനുൻ, ഇന്ന ഹാദാ ലഹായിനുൻ, മായിസ് ഇബ്നു മാലിക് അൽ-അസ്ലമി ഒരു വിഡ്ഢിയാണ്. അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിറാറാ, അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിറാറാ കുല്ലു ദാലിക യറുദ്ദുഹു. ഒരുപാട് തവണ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ശിക്ഷ വേണമെന്ന് പറഞ്ഞു വന്നപ്പോ റസൂലുള്ളാഹി മടക്കി അയച്ചവരാണ്. പക്ഷേ മായിസ് ഇബ്നു മാലിക് നിന്നില്ല. വീണ്ടും വീണ്ടും റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നപ്പോ റസൂലുള്ളാഹി വിധിച്ചതാണ്, ഹത്താ ഖുതില കമാ യുഖ്തലുൽ കൽബു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ച ആ ശിക്ഷയ്ക്ക് വിധേയനായിട്ട് നായ ചാവുന്നത് പോലെ മരിച്ചുപോയത് കണ്ടില്ലേ എന്നൊരാള് പറഞ്ഞപ്പോ ഫസഖത അൻഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ആ സമയത്തൊന്നും പറഞ്ഞില്ല. ഹത്താ മർറ ബിജീഫതി ഹിമാരിൻ ശായിലതു രിജ്ലിഹി, ചീഞ്ഞ് നാറുന്ന ഒരു കഴുത, അതിന്റെ കാല് രണ്ടും മേൽപോട്ട് ഉയർത്തപ്പെട്ട കോലത്തിലായിട്ട് അവിടെ കിടക്കുകയാ. അങ്ങനെയുള്ള കഴുതന്റെ അരികിലൂടെ ഹബീബായ നബി തങ്ങളും സ്വഹാബത്തും എത്തിപ്പെടുകയാണ്. ഫഖാല, ഇത് കണ്ടപാട് റസൂലുള്ളാഹി പറഞ്ഞു, കുലാ മിൻ ഹാദാ, അതേ നിങ്ങൾ ഇതിൽ നിന്ന് കഴിക്കണേ. ഈ ചീഞ്ഞ കഴുതയിൽ നിന്ന് ചത്ത വീർത്തു നിൽക്കുന്ന കാലുകൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ചു നിൽക്കുന്ന ഈ കഴുതയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫല്ലദീ നിൽതുമാ മിൻ അർളി അഖീകുമാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഈ ചീഞ്ഞു നാറുന്ന കഴുതയാണോ ഞങ്ങൾ കഴിക്കേണ്ടത്? ഈ ചീഞ്ഞു നാറുന്ന കഴുതയാണോ ഞങ്ങൾ ഭക്ഷിക്കേണ്ടത്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നേരത്തെ നിങ്ങൾ മായിസ് ഇബ്നു മാലിക്കിനെ പറ്റിയിട്ട് പറഞ്ഞില്ലേ, ആ പറഞ്ഞതിനേക്കാളും നല്ലത് ഈ ശവത്തെ തിന്നലാണ്. അവരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഈ ശവത്തെ ഭക്ഷിക്കലാണ് സ്വഹാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഹബീബായ നബി തങ്ങൾ ഹദീസിന്റെ അവസാനം പറയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഇന്നഹു ഫീ നഹരിൻ മിൻ അൻഹാരിൽ ജന്നതി യതഗമ്മസൂ. മായിസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണോ? അവരെ സ്വർഗത്തിന്റെ നദിയിൽ ഇങ്ങനെ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുകയാ, അവരെ നീന്തി കുളിച്ചു കൊണ്ടിരിക്കുകയാ. സ്വഹാബ, ജീവിതത്തിൽ മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതേ, അതിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. സ്വഹാബത്ത് അത് പറയാൻ പാടില്ലായിരുന്നു. ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റിന് ശേഷം അയാളെ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ, അയാളെ മാപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അറിയില്ലല്ലോ അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിലോ നമ്മൾ അറിയില്ലല്ലോ. ഏതൊരാളുടെയും ഇടയിൽ തെറ്റുകൾ സംഭവിച്ചാൽ പോലും ആ തെറ്റിന്റെ പേരിൽ മറ്റുള്ള ആളുകളുടെ ഇടയിൽ അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അയാളെ ഒരിക്കലും പ്രചരിപ്പിക്കാൻ പാടില്ല. അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിലൊന്നും അയാളെ കുറിച്ച് പറയാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വഹാബത്തിനോട് പറഞ്ഞില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിത്ന അത് സിനയേക്കാളും വലിയതാണ് സ്വഹാബ. അശദ്ദു മിന സിന, സിനയേക്കാളും വലിയതാണ്. നാവ് കൊണ്ടുള്ള ഈ വർത്താനങ്ങളൊക്കെ, ഈ ഫിത്നകളൊക്കെ നാട്ടിലും കുടുംബത്തിലൊക്കെ ഉണ്ടാക്കുന്ന വാട്സപ്പ് വഴി, ഫേസ്ബുക്ക് വഴി, യൂട്യൂബ് വഴി ഉണ്ടാക്കുന്ന ഫിത്നകളൊക്കെ അത് ചില്ലറയല്ല, അത് വ്യഭിചാരത്തിനേക്കാളും വലുതാണ്. സൂക്ഷിക്കണത്. ബസ് സ്റ്റോപ്പിലിരുന്നു കൊണ്ട്, അങ്ങാടിയിലിരുന്നു കൊണ്ട്, യാത്ര ചെയ്യുന്ന സമയത്ത്, പള്ളിയുടെ കൊലായിലിരുന്നു കൊണ്ട്, പള്ളിയുടെ സ്റ്റെപ്പിലിരുന്നു കൊണ്ട്, എവിടെയെല്ലാം ഉമ്മമാരാണെങ്കിൽ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഫോൺ വിളിച്ചും അല്ലാതെയും കാണുന്ന ആളുകളോടും, കല്യാണത്തിന് കൂടുമ്പോഴും സൽക്കാരത്തിന് കൂടുമ്പോഴും ആളുകളോടൊക്കെ നമ്മൾ അറിഞ്ഞ നമ്മുടെ അയൽവാസിയെ പറ്റി അല്ലെങ്കിൽ കുടുംബത്തിനെ പറ്റി അവർ മറ്റുള്ളവരോട് ഇത്, മറ്റുള്ളവരൊരിക്കലും എന്റെ ഈ പ്രവർത്തനങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിച്ചവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വഹാബ അൽ ഫിത്നതു അശദ്ദു മിനസ് സിനാ, ഫിത്ന വ്യഭിചാരത്തിനേക്കാളും വലുതാണ്. ഹബീബായ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതെങ്ങനെയാണ് നബിയേ, അതെങ്ങനെയാണ് നബിയേ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തില്ല. സ്വഹാബ, ഒരാൾ വ്യഭിചരിച്ചിട്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. സ്വഹാബ, എന്നാൽ നിങ്ങൾ ഒരാളെ ഫിത്ന പറഞ്ഞു, അയാളെ കുറ്റപ്പെടുത്തി, അവഹേളിച്ചു, അയാളെ മനസ്സ് വേദനിച്ചു, സുബ്ഹാനല്ലാഹ്, അയാളത് നിങ്ങൾക്ക് പൊരുത്തപ്പെടാതെ നിങ്ങളുടെ തൗബ അല്ലാഹ് സ്വീകരിക്കൂല. സ്വഹാബ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിയിലുള്ള വലിയ തഴമ്പ് വെച്ചിട്ട്, കയ്യിൽ ഇങ്ങനെ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് 100, 200, 200, 300, 500 ഒക്കെ ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിക്കൂട്ടി വെക്കുന്ന ആളുകള്, സമയം കിട്ടുമ്പോ ആരെയെങ്കിലും നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഫിത്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അറിയണേ, ആരെയെങ്കിലും നമ്മളെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിത്ന പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് ചില്ലറ വിഷയമല്ല. ഇസ്ലാം എന്നുള്ളത് വെറുമൊരു നിസ്കാരം കൊണ്ട് തീരുന്ന വിഷയമല്ല, നോമ്പ് കൊണ്ട് മാത്രം തീരുന്ന വിഷയമല്ല, ഹജ്ജ് ഉണ്ടായത് കൊണ്ടൊരിക്കലും പൂർണ്ണ മുസ്ലിമായി എന്ന് പറയാൻ പറ്റൂല. നിന്റെ നാവ് കൊണ്ട് മരിക്കുന്നത് വരെ ഒരാൾക്കും ഇടങ്ങേറില്ലാതെ ജീവിക്കാൻ നിനക്ക് കഴിയുമോ? റസൂലുള്ളാഹി ഈ വിഷയത്തിൽ വല്ലാതെ കാർക്കശ്യം പുലർത്തിയിട്ടുണ്ട്, ശാസിച്ചിട്ടുണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, കൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരുടെ കൂടെ മറ്റൊരു സ്വഹാബിയും അവരൊരു യാത്രക്കൊരുങ്ങുകയാണ്. അവരെ യാത്രക്കൊരുങ്ങുന്നു, യാത്ര പുറപ്പെടുന്നു. വഴിയിൽ വെച്ചിട്ട് അവരെ വിശ്രമം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ വന്നിരുന്ന സ്വഹാബിയും നല്ല ഉറക്കിലാണ്. കൂടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന സ്വഹാബിയും നല്ല ഉറക്കിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടിലൊരാളെ പറഞ്ഞു, ഇന്ന ഫുലാനൻ ലനവും, അതേ ഇയാള് നല്ല ഉറക്കിന്റെ ആളാണല്ലോ, ഇയാള് നല്ല ഉറക്കക്കാരനാണല്ലോ, വല്ലാണ്ടങ്ങ് ഇയാള് ഉറങ്ങാണല്ലോ. ഇതങ്ങ് പറഞ്ഞത് രണ്ടിലൊരു സ്വഹാബിയാണ്. ഒരാള് പറഞ്ഞപ്പോ മറ്റയാൾ
അയാളെ കേട്ടതാണ്. അയാളെ വിളിച്ചുണർത്തിയിട്ട് ഭക്ഷണം പാചകം ചെയ്തു. കടിക്കാൻ വേണ്ടിയിട്ട് സുപ്രയുടെ മുന്നിൽ വന്നിരുന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലുള്ള പാത്രത്തിൽ നിന്ന് കറിയെടുക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ നീട്ടിയപ്പോ മുത്ത് റസൂലുള്ളാഹി കൊടുത്തില്ല. ഹബീബായ നബി തങ്ങൾ അബൂബക്കർ തങ്ങൾക്കും ഉമർ തങ്ങൾക്കും കറി കൊടുത്തില്ല. നിങ്ങൾക്ക് കറിയുടെ ആവശ്യമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബിയാകുന്ന അബൂബക്കർ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ ഞങ്ങൾക്ക് കറി വേണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പല്ലിന്റെ മുമ്പാകത്തുള്ള പല്ലില്, നിങ്ങളുടെ മുമ്പാകത്തുള്ള പല്ലില് സ്വഹാബ ഞാൻ മാംസം കാണുന്നുണ്ട്. സ്വഹാബ നിങ്ങൾക്ക് കറിയുടെ ആവശ്യമില്ല, മാംസത്തിന്റെ ആവശ്യമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ മാംസത്തിന് വേണ്ടിയിട്ട് കൈനീട്ടിയ സ്വഹാബത്താകെ അത്ഭുതപ്പെടുകയാണ്. മുത്തുനബി പറഞ്ഞതോ, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവനെ തന്നെയാണ് സത്യം. ഇന്നീല അറാ ലഹ്മഹു ബൈന സനായാകുമാ. സ്വഹാബ നിങ്ങളുടെ മുമ്പല്ലിൽ ഞാൻ ഭക്ഷണം കാണുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പല്ലിൽ മാംസം കാണുന്നുണ്ട്. നിങ്ങൾ ഇതെടുക്കേണ്ട ആവശ്യമില്ല. മഹാനരാകുന്ന സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഞങ്ങളെ കടിക്കാൻ വേണ്ടിയിട്ട് തങ്ങളോടൊപ്പം ഇരുന്നതാണ് നബിയെ. ഇതിനു മുമ്പ് ഞങ്ങളെ ഭക്ഷണം കടിച്ചിട്ടില്ല, ഞങ്ങളെ നേരത്തെ ഭക്ഷണം കടിച്ചിട്ടില്ല, ഞങ്ങളുടെ വായിലേക്ക് ഒരു ഭക്ഷണത്തിന്റെ അംശങ്ങൾ കടന്നു പോയിട്ടില്ല നബിയെ. പിന്നെങ്ങനെയാണ് ഞങ്ങളുടെ വായിൽ മാംസം കാണുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നു, അബൂബക്കർ ഉമറേ നേരത്തെ നിങ്ങൾ മറ്റവരെ പറ്റിയിട്ട് അയാള് വലിയ ഉറക്കിന്റെ ആളാണെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് നിങ്ങളുടെ പല്ലിൽ അയാളുടെ മാംസത്തിന്റെ അംശം കാണുന്നു സ്വഹാബ. മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. യാ റസൂലല്ലാഹ് ഇസ്തഗ്ഫിർ ലനാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് മാപ്പ് തരണം നബിയേ, പുറത്തു തരണം നബിയേ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സ്വഹാബ എനിക്ക് ആകാശത്ത് 2 മന്ത്രിമാരുണ്ട്, ഭൂമിയിൽ എനിക്ക് 2 മന്ത്രിമാരുണ്ട്. ഭൂമിയിൽ എന്റെ 2 മന്ത്രിമാരൊന്ന് അബൂബക്കറാണ്, മറ്റൊന്ന് ഉമറാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഒരംശം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അക്കൗണ്ടിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. കാരണം അവരാണ് ആദ്യമായിട്ട് മുസ്ലിമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി തങ്ങളെ വളരെയേറെ സ്നേഹിക്കുകയും പരിശുദ്ധമായ ദീനിൽ വല്ലാതെ അങ്ങ് വിശ്വാസം അർപ്പിക്കുകയും അല്ലാഹുവിനും റസൂലിനും വേണ്ടിയിട്ട് എല്ലാം സമർപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ
ഇബ്നുൽ ഖത്താബ് തങ്ങളോടാണ് നബി തങ്ങൾ പറഞ്ഞത്, സ്വഹാബ, ആരെ പറ്റിയാണോ നിങ്ങൾ പറഞ്ഞത്, ആരുടെ അഭിമാനത്തിനാണോ നിങ്ങളെ ക്ഷതമേൽപ്പിച്ചത്, ആരെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത്, അവരോട് പോയിട്ട് നിങ്ങൾ മാപ്പ് ചോദിക്കണേ. മുറാഹു ഫൽയസ്തഗ്ഫിർ ലകുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് ചോദിക്കാൻ ആരെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത് അയാളുടെ അടുത്ത് ചെന്നിട്ട് മാപ്പ് പറയണേ സ്വഹാബ. അവരോട് പടച്ച റബ്ബിനോട് മാപ്പ് ചോദിക്കാൻ പറയണേ സ്വഹാബ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരോട് ഇസ്തിഗ്ഫാറിനെ തേടാൻ വേണ്ടിയിട്ട് പറയണേ സ്വഹാബ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇവരൊക്കെ ജീവിച്ചു പോയ ആ വഴിയിൽ ഒരാൾ പൂർണ്ണ മുസ്ലിമാകേണ്ടത് എങ്ങനെയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തോഴരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവരിൽ നിന്ന് പോലും അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടായപ്പോ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, പറ്റൂല, നന്നാകണം, സ്വഭാവം നന്നാക്കണം. പൂർണ്ണ മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ സ്വഭാവം നന്നാക്കി ജീവിക്കുക. നിങ്ങളുടെ നാവ് കൊണ്ട് ഒരാൾക്കും ഇടങ്ങേറുണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ നാവ് കൊണ്ട് ഒരാൾക്കും ഇടങ്ങേറുണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റമുണ്ടാകണം. ഇന്നലകളിൽ ജാഹിലിയ കാലഘട്ടത്ത് ജീവിച്ച പോലെയുള്ള സംസ്കാരങ്ങളെ പാടില്ല. ഇസ്ലാമിനെ പുറത്തുള്ള ആളുകളെ കാണിക്കുന്ന ദുഷിച്ച സംസ്കാരങ്ങൾ മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ആരെ പറ്റും ഫിത്ന പറയാം, ഗീബത്ത് പറയാം, കളവ് പറയാം, അവർക്ക് എന്തും ചെയ്യാം. പക്ഷെ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ മുസ്ലിമായ ഒരാൾ എങ്ങനെയായിരിക്കണമെന്ന് സ്വഭാവത്തിന്റെ വഴിയിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതികൾ നമ്മൾ അറിയണം. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അൻഹും തമ്മിലുള്ള വിഷയത്തിന്റെ പേരിൽ അടുത്തു വന്ന് സലാം പറഞ്ഞപ്പോൾ സലാം മടക്കിയോ എന്ന് പോലും സംശയമാണെന്ന് ചരിത്രം പറയണില്ലേ? എന്താ ഉണ്ടായ പ്രശ്നം? യുദ്ധത്തിന് വേണ്ടിയിട്ട് അണിനിരക്കുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം പറഞ്ഞു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ അത് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, കറുത്ത പെണ്ണിന്റെ മോനെ, കളിയാക്കി. അറിയണം, നമ്മള് സ്വഹാബികളുടെ ഇടയിലാണ് ഈ സംഭവിക്കുന്നത്. രണ്ടുപേരും റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഏറെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. പക്ഷെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ അധിക്ഷേപിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചൊന്നും പറഞ്ഞില്ല. നേരെ പരാതി പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ ചെന്ന് പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അബൂദർനെ അധിക്ഷേപിച്ചിട്ടുണ്ട് നബിയേ, കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചിട്ടെന്നെ കളിയാക്കിയിട്ടുണ്ട് നബിയേ. സയ്യിദുനാ ബിലാൽ തങ്ങളെ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ പരാതി പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് സലാം പറയുന്നു. റസൂലുള്ളാഹി മടക്കിയില്ല. ആലോചിച്ച് നോക്കണം,
സ്വഹാബികളുടെ കൂട്ടത്തിൽ വെച്ച് ആദ്യം റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞ സ്വഹാബിയാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിനോട് ആദ്യം സലാം പറഞ്ഞ ആളാണ് മഹാനരായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന നേരത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഉടനെ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇം സബാഹൻ യാ അഖൽ അറബ്. അന്നത്തെ കാലഘട്ടത്തെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളുടെ അഭിവാദ്യ രീതി അങ്ങനെയായിരുന്നു. ഇം സബാഹൻ യാ അഖൽ അറബ്. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട്, ഞങ്ങൾക്കൊരു അഭിവാദ്യ രീതിയുണ്ട്. ഇതല്ല നിങ്ങൾ ഈ പറഞ്ഞതല്ല. പിന്നെ ഏതാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് കേട്ടപാടെ പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം പറഞ്ഞു. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് റസൂലുള്ളാഹിയോട് സലാം പറഞ്ഞ സ്വഹാബിയാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആ തങ്ങളാണ് പിന്നീട് ബിലാൽ തങ്ങളുമായിട്ടുള്ള ഈ പ്രശ്നമുണ്ടായപ്പോ, വിഷയമുണ്ടായപ്പോ പോയി റസൂലുള്ളാഹിന്റെ അടുക്കൽ സലാം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി മടക്കിയോ എന്ന് സംശയമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടക്കിയോ എന്ന് സംശയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അബൂദർറേ, ബിലാലിനെ നിങ്ങൾ ഇന്നത് പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങളിൽ ജാഹിലിയ സംസ്കാരമുണ്ടല്ലോ സ്വഹാബാ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി ഇങ്ങനെ ശകാരിച്ചത്. ഇതൊരു മുസ്ലിമിന് ചേർന്ന പണിയല്ല സ്വഹാബ. ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല, ആരെയും അങ്ങനെ പറയാൻ പാടില്ല. മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ ഒരിക്കലും മുസ്ലിമീങ്ങൾക്കുള്ള സംസ്കാരമല്ല അത്. യഥാർത്ഥ മുസ്ലിമിന്റെ സംസ്കാരമല്ല മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല. അബൂദർറേ, സലാം മടക്കാതിരുന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞെന്താ? ഇത് ജാഹിലിയാക്കളുടെ സംസ്കാരമാണ്, മുസ്ലിമീങ്ങളുടെ സംസ്കാരമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു യോഗം നടക്കുമ്പോ, ഒരു ജനറൽ ബോഡി നടക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ സംഘടനാ ബേസിലുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മളൊക്കെ വിളിച്ചു പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും കളിയാക്കുന്നതും തരം താഴ്ത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നതും കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ മുസ്ലിമീങ്ങളാണോ? വീട്ടിൽ ചില കോലാഹലങ്ങൾ ഉണ്ടായാൽ, വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ, കുടുംബപരമായിട്ട് സ്വത്തിന്റെ പേരിൽ, സമ്പാദ്യത്തിന്റെ പേരിൽ, മുതലിന്റെ പേരിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരസ്പരം വിളിച്ചു പറയുന്ന അശ്ലീലതകളും പരസ്യപ്പെടുത്തുന്ന കുപ്രചരണങ്ങളും സത്യത്തിൽ നമ്മൾ മുസ്ലിമീങ്ങളാണോ? അറിയണം, നമ്മള് പഠിക്കണം. നമ്മള് അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ വല്ലാണ്ട് അങ്ങ് വേദനിച്ചു ബഹുമാനപ്പെട്ട അബൂദർ അൽ ഗിഫാരി തങ്ങൾക്ക്. വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ സന്നിധിയിൽ വെച്ച് മാപ്പ് പറഞ്ഞു, പൊരുത്തപ്പെടിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു പൊരുത്തപ്പെട്ടു കൊടുത്തു. പക്ഷേ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പിന്നെ പടക്കാൻ തുടങ്ങി, സങ്കടപ്പെടാൻ തുടങ്ങി. സംഭവിച്ചുപോയി, അറിയാതെ അങ്ങ് പറഞ്ഞുപോയതാ. ആ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്റെ പേരിൽ അങ്ങ് പറഞ്ഞുപോയതാ. നേരെ ആളുകൾ നടന്നു പോകുന്ന വഴിയുടെ ഒരു ഭാഗത്ത് ചെന്ന് മണലിൽ കിടക്കുകയാണ് ബഹുമാനപ്പെട്ട അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. കവളിന്റെ ഒരു ഭാഗം മണ്ണിലേക്ക് ചേർത്ത് വെച്ചിട്ട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കിടക്കുന്നു. ഒരൽപ്പം കഴിഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അതിലൂടെ നടന്നു വന്നു. ബിലാൽ തങ്ങളെ അടുത്തെത്തിയപ്പോ കിടക്കുന്നത് കാണുന്നു അബൂദർ അൽ ഗിഫാരി തങ്ങള്. എന്തു പറ്റി അബൂദറേ?
ബഹുമാനപ്പെട്ട അബൂ ദറുൽ ഗിഫാരി തങ്ങൾ അടുത്ത് നിന്നിട്ട് ബിലാൽ തങ്ങൾ ചോദിച്ചപ്പോ അബൂ ദറുൽ ഗിഫാരി തങ്ങൾ ബിലാൽ തങ്ങളെ കാലങ്ങ് പിടിച്ചു. മാപ്പ് തരണേ ബിലാൽ, അറിയാതെ പറഞ്ഞു പോയതാണ് ബിലാൽ, പൊരുത്തപ്പെടണേ ബിലാൽ. ഈ ഭൂമിയിൽ ചവിട്ടിയിട്ടുള്ള, ഈ മണ്ണിൽ ചവിട്ടിയിട്ടുള്ള നിങ്ങളുടെ ഈ കാലുകൊണ്ട് എന്റെ കവളിലോക്കൊന്ന് ചവിട്ടുമോ ബിലാൽ? ബിലാൽ റളിയല്ലാഹു അൻഹു കരയുന്നു. എന്താ അബൂ ദർറേ നിങ്ങൾ പറയുന്നത്? സുജൂദ് ചെയ്യുന്ന മുഖത്തേക്ക് ചവിട്ടാനാണോ നിങ്ങൾ പറയുന്നത്? സുജൂദ് ചെയ്യുന്ന മുഖത്തിന് നേരെ കാലുയർത്താനാണോ നിങ്ങൾ പറയുന്നത്? അതേ ബിലാൽ, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു. മാപ്പ് തരണേ ബിലാൽ. അവരുടെ കാലങ്ങ് പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട അബൂ ദറുൽ ഗിഫാരി തങ്ങൾ അവരുടെ കവളിലേക്ക് അങ്ങ് ചേർത്ത് വെച്ചു. സയ്യിദുനാ അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നതിനിടയിൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആരെക്കുറിച്ച് എത്ര വട്ടമാ നമ്മളെ ഫിത്ന പറഞ്ഞതൊന്ന് ഓർത്തു നോക്കുമോ? വാട്സപ്പിലൂടെ എത്രമാത്രമാ നമ്മളെ ഫിത്ന പ്രചരിപ്പിച്ചതൊന്ന് ഓർത്തു നോക്കുമോ? വീട്ടിലെത്തിയാൽ കുടുംബത്തിനോട് ആരെക്കുറിച്ച് എന്തൊക്കെയാ നമ്മളെ പറഞ്ഞതെന്ന് ഓർക്കുമോ? ചങ്ങാതിമാരെ കാണുമ്പോ, അല്ലെങ്കിൽ ജോലിക്കാരെ കാണുമ്പോ, അല്ലെങ്കിൽ മറ്റുള്ള കുടുംബക്കാരെ കാണുമ്പോ, അയൽവാസികളെ കാണുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടുപേരൊരുമിച്ചു കൂടുന്ന സ്ഥലത്ത് മൂന്നാമതായി നമ്മൾ ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഓർത്തു നോക്കുമോ? അവരിഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ നമ്മളെ പറഞ്ഞത്? അവരുടെ മനസ്സിന് വേദനിച്ചിട്ടുണ്ടാകുമോ നമ്മളെ പറഞ്ഞത്? അറിയണേ, സ്വഹാബത്തിന്റെ ജീവിതം അവരൊരു പൂർണ്ണ മുസ്ലിമായിട്ടുള്ള ജീവിതമാ. സ്വഭാവം കൊണ്ടവരല്ലാഹുവിനെ പേടിച്ചവരാണ്. ഈമാനിന്റെ പ്രകാശം അവരുടെ കൽബിൽ ഉറപ്പിച്ചവരാണ്. ഈമാനിന്റെ പ്രകാശം അവരുടെ കൽബിൽ കടന്നു വന്നത് എപ്പോഴാ? സ്വഭാവം നന്നായപ്പോഴാ. ചിലപ്പോഴൊക്കെ നമ്മളെ പറഞ്ഞു പോകാറില്ലേ? ടെൻഷന് കൊണ്ടാ പറഞ്ഞു പോകുന്നത്, ടെൻഷന് കൊണ്ടാ പലതും വിളിച്ചു പറയുന്നത്, ടെൻഷന് കൊണ്ടാ പലതും നമ്മൾ ചെയ്തു പോകുന്നത്. മുഅ്മിനേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച ടെൻഷനോളമൊന്നും ദുനിയാവിൽ നമ്മുടെ മരണം വരെ നമുക്ക് അനുഭവിക്കാനില്ല. സ്വഹാബത്ത് അനുഭവിച്ച ത്യാഗങ്ങളൊന്നും നമുക്ക് സഹിക്കാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടത്ത് അവരനുഭവിച്ച വേദനകളും അവരനുഭവിച്ച യാതനകളും അവരനുഭവിച്ച പീഡനങ്ങളൊന്നും നമ്മൾക്കിന്ന് അനുഭവിക്കാനില്ല. പക്ഷേ നമ്മൾക്ക് പറയാനുള്ളത് ഗീബത്തുകളാണ്, കുറ്റപ്പെടുത്തലുകളാണ്, മറ്റുള്ളവരെ കുറിച്ച് കൊണ്ടുള്ള ഫിത്നകളാ. പലരെ കുറിച്ചും നമ്മൾ പോസ്റ്റർ ഇട്ടു, പലർക്കെതിരെയും നമ്മൾ മെസ്സേജ് അയച്ചു, പലരുടെയും ജീവിതത്തിൽ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, എവിടെയാ നമ്മളിത് കൊണ്ടുപോയി വെക്കുക? എവിടെയാ നമ്മളിത് കൊണ്ടുപോയി വെക്കുക? എന്നിട്ട് നമ്മളിങ്ങനെ മനസ്സിനിങ്ങനെ ആശ്വാസം കൊള്ളുകയാ. ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോന്ന ആളാണല്ലോ, ജമാഅത്ത് മുടങ്ങാതെ നിസ്കരിക്കുന്നവരാണല്ലോ, അതേപോലെ തന്നെ ഖുർആനൊക്കെ ഓതുന്ന ആളാണല്ലോ, ദാനധർമ്മം ചെയ്യുന്ന ആളാണല്ലോ. പരിപൂർണ മുസ്ലിമിന്റെ അടയാളം എന്താ? നിന്നെ കൊണ്ട് ഒരാൾക്കും നിന്റെ നാവ് കൊണ്ട് പ്രയാസമുണ്ടായിട്ടില്ല എങ്കിൽ, നിന്റെ കൈകളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എങ്കിൽ, അവർക്കൊന്നും നിന്നെ കൊണ്ടൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല എങ്കിൽ നീ യഥാർത്ഥത്തിലുള്ള മുസ്ലിമാ.
സയ്യിദുനാ റസൂലുള്ളാഹ്.